കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി ഏപ്രിൽ 9 നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തോടൊപ്പം അസം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-നാണ് തെരഞ്ഞെടുപ്പ്. പശ്ചിമബംഗാളിൽ 2 ഘട്ടങ്ങളിലായി ഏപ്രിൽ 23, 29 തീയതികളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. കേരളമടക്കം 5 ഇടങ്ങളിലും മെയ് 4-നാണ് ഫലപ്രഖ്യാപനം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 25 നാൾ മാത്രം. കേരളത്തിൽ 16-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി മാർച്ച് 23-നാണ്. 24-ന് സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി മാർച്ച് 26-നാണ്. മെയ് 4-ന് ഫലപ്രഖ്യാപനം. കേരളത്തോടൊപ്പം അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും. All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. ക്രമസമാധാന നിലയും സുരക്ഷാ സേനയുടെ വിന്യാസവും പരിഗണിച്ചാണ് പശ്ചിമബംഗാളിൽ മാത്രം 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചത്. ഏപ്രിൽ 23-ന് ആദ്യഘട്ടവും ഏപ്രിൽ 29-ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പും നടക്കും. West Bengal, the 294 assembly constituencies, the polling shall be held in 2 phases. In the first phase 152 and the second phase 142. The date of poll shall be 23rd of April and 29th of April. And the counting shall be together for all, that is 4th of May 2026. ഗോവ, ഗുജറാത്ത്, നാഗാലാൻഡ്, മഹാരാഷ്ട്ര, കർണാടക, മണിപ്പൂർ എന്നീ 6 സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9-ന് നാഗാലാൻഡ്, ത്രിപുര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും 23-ന് ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ 5 സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പുതിയ പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ സർക്കാരുകൾക്ക് നടത്താനാവില്ല. സുഗമമായ വോട്ടെടുപ്പിനായി എല്ലാ സംസ്ഥാനങ്ങളിലും കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ എല്ലാ വോട്ടർമാരും പങ്കാളികളാകണമെന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ജനം, ഡൽഹി.